നമസ്കാരം. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് ഉള്ളത്. ഇപ്പൊ രാവിലെ 10 മണിയായി. ഈ സമയത്ത് ഇവിടെ നല്ല തണുപ്പാണ്. ശ്രീനഗറിന്റെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ ഇന്ന് തിരിച്ച് മടങ്ങിയാണ്. അതായത് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ശ്രീനഗർ വന്ന സമയത്ത് തിരിച്ചു പോയത് റോഡ് വഴിയാണ്. എന്നാൽ ഇത്തവണ റെയിൽ ഗതാഗതം വഴിയാണ് പോകുന്നത്, അതും വന്ദേ ഭാരതിൽ നേരെ കട്രയിലേക്ക്. ഞങ്ങളിപ്പോൾ ഉള്ള ഈ ഭാഗത്തിന്റെ പേര് ദാൽ ഗേറ്റ് എന്നാണ്. തൊട്ടു മുന്നിലായി കാണുന്നതാണ് പ്രശസ്തമായ ദാൽ തടാകം. ഒരുപാട് ശിക്കാര വള്ളങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിലൊരു യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് മുന്നിലായി ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ കാണുന്നില്ലേ, അതിലൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. അത് ഓരോരോ ബോട്ടുകളായിട്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ പോകാൻ പറ്റുന്നത് അങ്ങ് അതിലൂടെ കറങ്ങി തിരിഞ്ഞു വേണം ആ ഒരു ഭാഗത്തെത്താൻ. പിന്നെ രാവിലെ തന്നെ ഈ സമയത്ത് ഒരുപാട് തെരുവോട്ടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതിനെ പോലെയല്ല, കുറച്ച് രോമങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ, അതായത് റെയിൽവേ സ്റ്റേഷനുള്ള ഭാഗത്തിൻ്റെ പേര് നൗഗെന്നാണ്. ഒരു 14 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇവിടെയുള്ള കടകളൊന്നും ഇപ്പോഴേ തുറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ അവിടെ നിന്ന് നടന്ന് ഇപ്പോൾ ഈ ഭാഗത്തെത്തിയേ. ഇവിടെയാണ് ദാൽഗേറ്റ് പാലം. ഇവിടെ ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ലെഫ്റ്റ് ഭാഗത്തേക്കാണ് നൗഗൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഈ സമയത്ത് വണ്ടി കിട്ടുമോ നോക്കാം. ഷെയർ വണ്ടിയാണ്. അതല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇല്ലെങ്കിൽ വേറൊരു സ്ഥലമുണ്ട്, LD എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടത്തേക്ക് ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. അപ്പോൾ എവിടുന്നാണ് കിട്ടുക എന്ന് വെച്ചാൽ അവിടെ പോയി കയറാം. ഈ മുന്നിൽ പോകുന്ന ബായില്ലേ, ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകെ തന്നെ പോവുകയാണ്. ഇതിവിടുത്തെ ഗവൺമെൻറ് ബസ്സാണ്. ഹോണടിച്ചൊരു വിധാക്കുവാണ് അവിടുന്ന്. ആ ഒരു ചുവപ്പ് ബസ്സില്ലേ, ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് വണ്ടി. ബസ്സിന് പോവാണെങ്കിൽ ഒരാൾക്ക് 20 രൂപ മാത്രമേ ആവുള്ളൂ. ഏറ്റവും നല്ലത് അതാണ്. ഇനി ബസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഷെയർ വണ്ടിക്കായാലും പോവാം. ജാൻ ബേക്കേഴ്സ് ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ നിന്നാണ് റെയിൽവേ ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ കിട്ടുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബായില്ലേ, നമുക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. റെയിൽവേ ബസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കാശ്മീരിൽ നല്ല ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം കാരണം നമ്മൾക്ക് ഒരുപാട് ഉപകാരമല്ലേ. ഇത് ലാൽ ചൗക്ക് ഭാഗത്തേക്ക് വന്ന ബസ്സാണ്. അങ്ങനെ ബസ് കിട്ടി. ഏറ്റവും പിറകിലാണ് സീറ്റ് കിട്ടിയത്. 2 പേർക്കും കൂടിയിട്ട് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. ഈ ബസ്സിനാണ് വന്നത്. 20 മിനിറ്റ് യാത്രയാണ് ഉണ്ടായത്. ഇവിടെ വരെയാണ് ബസ്സൊക്കെ വരിക. അപ്പോൾ നേരെ ഇനി ഈ ഭാഗത്തേക്കാണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ. ദേ നമ്മുടെ ഫ്ലാഗ്. അപ്പോൾ ഇവിടെ ഇന്ന് മൊത്തം ഈ സമയത്ത് മൂടിയിരിക്കുകയാണ്. അതായത് വെയിലൊന്നും ശക്തിയേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ തണുപ്പ്. വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു കാമായ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട എൻട്രൻസ് ഇതുവഴിയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് മുഴുവനും മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. നല്ലൊരു ഡിസൈനിങ്ങിൽ തന്നെയാണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു നിർമ്മിതിയൊക്കെ. ഇവിടെ ശ്രീനഗർ എന്നൊക്കെ എഴുതിയതൊക്കെ കാണാം. ഇവിടെ എല്ലാ ഭാഗത്തും സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ഇവിടെ വൃത്തിയൊക്കെ ആക്കുന്നത്. ഇനിയിപ്പോൾ നേരെ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. ഇപ്പോൾ 10:51 ഇവിടത്തേക്ക് ഒരു ട്രെയിൻ വരികയാണ്, ബരാമുള്ള സംഗൽഡാൻ വണ്ടി. ഇത് 10:28 ഇവിടെ എത്തേണ്ടത്. 22 മിനിറ്റ് ഡിലേ ആയിട്ട് ഇപ്പോഴാണ് വണ്ടി വരുന്നത്. എത്ര പേരാണെന്ന് നോക്കിയാൽ ഇവിടെ ഈ ട്രെയിനിൽ കയറാൻ. DEMU ആണ്. അതായത് ബനിഹാളിലേക്കൊക്കെ പോകാൻ പറ്റിയൊരു നല്ല വണ്ടി. വന്ദേ ഭാരതിലൊക്കെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് ഈ ട്രെയിനിൽ കയറി ബനിഹാൾ വരെ പോവാം. ബനിഹാളിൽ നിന്നിട്ട് ഷെയർ വണ്ടിക്കോ എങ്ങനെ വേണമെങ്കിലും പോകാമല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് ഇതുപോലെയുള്ള വണ്ടികൾ കയറിയിട്ടാണ് പോയത്. ഈ ട്രെയിനുകൾക്ക് ഹീറ്റിംഗ് സംവിധാനമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് രാവിലെ ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ബിരിയാണിയും ആലു പറാത്തയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബിരിയാണിയാണ് കേട്ടോ. ഈ ശ്രീനഗറിൽ നോൺ വെജും കിട്ടും, വെജും കിട്ടും. ഇത് ചിക്കൻ ബിരിയാണിയാണ്.
അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ബിരിയാണി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ റൈത്തിയും ഉണ്ട്, ഒരു അച്ചാറും ഉണ്ട്. ഈ തണുപ്പ് സമയത്ത് ഒരു ചൂട് ഭക്ഷണം കഴിക്കാൻ എന്താ രസം എന്നറിയാതെ ഒരു പീസാണ് ചിക്കൻ ഉള്ളത്. പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ 2 ചായ കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നവിക്കുള്ള ആലു പൊറാത്ത ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് നല്ല എരിവാണ്. നല്ല ചൂട് ബിരിയാണി ഈ തണുപ്പത്ത്. ആലു പൊറാത്ത വന്ന് ഇതിൻ്റെ കൂടെ തൈരാണുള്ളത്. പിന്നെ ഇത് ഉള്ളീൻ്റെ ഒരു കറിയാണ്. പിന്നെ ഇതാ ചായ. റെയിൽവേ സ്റ്റേഷൻ്റെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തേക്ക് വന്ന് ഇവിടെയൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്ന കാണാം. ഇവിടെ ഒരു വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. കട്ടറിൽ നിന്ന് രാവിലെ 8:10 പുറപ്പെട്ട വന്ദേ ഭാരതാണ്. ട്രെയിൻ നമ്പർ 26-401. ഇതിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് നേരെ ബദ്ഗാം ഭാഗത്തേക്ക് പോകും. അവിടെ നിന്നാണ് ഇതിൻ്റെ വാട്ടറിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നിട്ട് ഒരു 1:30 ആകുമ്പോൾ ഇത് തിരിച്ചു വരും. ഇതിപ്പോൾ ഇവിടുന്ന് പോകും. ആ ഭാഗത്തേക്കാണ് ബദ്ഗാം. ശ്രീനഗറിലാകെ 3 പ്ലാറ്റ്ഫോമുകളേ ഉള്ളൂ. ഇത് വന്ദേ ഭാരത് ഇവിടുന്ന് എടുത്തു. പിന്നെ ഇവിടെ നമുക്ക് ഇപ്പം നല്ല തണുപ്പല്ലേ, ഇവിടെ ഒരു ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണിത്. അപ്പോൾ നമുക്കിനിപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കാം. വന്ദേ ഭാരത് ഇവിടുന്ന് എടുത്തു. ഈ വണ്ടിയിൽ തന്നെയാണ് നമുക്കിനി കട്ടറിലേക്ക് പോകേണ്ടത്. ഏതങ്ങ് പോയി. ചെറിയ വന്ദേ ഭാരതാണിത്, 8 കാർ വന്ദേ ഭാരത്. ഇവിടെ ഇങ്ങനെയൊരു റൂമുണ്ട്, അതായത് ഹീറ്റിംഗ് ക്യൂബിക്കൽ എന്നാണ് ഇതിന് എഴുതിയിട്ടുള്ളത്. നല്ല ചൂടാണ്, കാരണം പുറത്ത് ശക്തമായ തണുപ്പാണ്. ശരിക്കും ഈ ശ്രീനഗറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് വന്നാൽ ആ ഒരു തണുപ്പിൽ നിന്നും ഒരുപാട് ആശ്വാസമാണ്. 12:55 ബനിഹാൾ ബാരാമുള്ള ഡെമു ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1 വരികയാണ്. ഇതിൻ്റെ ആ ഫ്രണ്ട് ലുക്ക് കണ്ട. ബാരാമുള്ള ഭാഗത്തേക്ക് ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയതാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നബാധിത മേഖലയാണ്. അവിടെ നിന്നാണ് ശരിക്കും ഉറി ഭാഗത്തേക്കെല്ലാം പോകാൻ പറ്റുക. ഹീറ്റിംഗ് സൗകര്യം എല്ലാ കോച്ചിലും ഉണ്ട്. ശരിക്കും ഇവിടെ ട്രെയിനുകൾ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, അത്രയും സെക്യൂരിറ്റിയാണ്. നമ്മുടെ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം ബോർഡില്ലേ, ആ ഭാഗത്തേക്കൊന്നും നമുക്ക് ഇത്തവണ പോകാൻ പറ്റില്ല കേട്ടോ. കാരണം അവിടെയൊക്കെ കൂടുതലും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് മുഴുവനും അതൊക്കെ പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതാണ്. ഇത്തവണ അതിന്റെ എന്താ പറയുക, ചിത്രങ്ങളൊക്കെ പകർത്താണെന്ന് കരുതുന്നതാണ്. കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വർഷം കാശ്മീർ ഉണ്ടായല്ലോ, അതുകൊണ്ടായിരിക്കാം നമ്മൾ അവർ പോകുന്ന സമയത്ത് തന്നെ അവർ നമ്മളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ ഈ സ്റ്റേഷനിൽ തന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരൊക്കെ നടക്കും. അതായത് സംശയാസ്പദമായി കണ്ടാലും പോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്യും. പിന്നെന്ന് വെച്ചാൽ അവരുടെ ഡ്യൂട്ടി തന്നെയാണല്ലോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. 1:26 ഇപ്പോൾ ഇതാ നമുക്ക് പോകാനുള്ള വന്ദേ ഭാരത് വരികയാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് ഇതിൽ C7 ആണ്. ട്രെയിൻ നമ്പർ 26-402. ഏറ്റവും പുറകിലത്തെ കോച്ചാണ് നമ്മുടെ ഇത്. നേരത്തെ കണ്ടല്ലോ, ഇവിടുന്ന് ബദ്ഗാം ഭാഗത്തേക്ക് പോയതാണ്. വാട്ടറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ ഇപ്പോഴാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് ഇനി നേരെ കട്രയിലേക്ക്. ഡോറിന് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, അതിലൊരു 10 മിനിറ്റ് എടുക്കും. ഇവിടെ തന്നെ വണ്ടി ഫുള്ളാവും, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ വന്ദേ ഭാരതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് മഞ്ഞുകാലത്ത് ഈ ട്രാക്കിൽ മുഴുവനും കട്ടിയിൽ തന്നെ മഞ്ഞൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ വന്ദേ ഭാരത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിശൈത്യമുള്ള സമയത്ത് ഇതിൻ്റെ അകത്ത് ഹീറ്റിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നോർമലി ഒരു വന്ദേ ഭാരത് പോലെയല്ല നമ്മുടെ ഈ ഒരു ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത്. ഇത് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ്. മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേസ്. ഇതാ ഡോറ് ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ. എന്തായാലും ഒരു 1:40 ആകുമ്പോഴേ ഡോറൊക്കെ ഓപ്പൺ ആവുള്ളൂ. ഇതാണ്
നമ്മുടെ കോച്ച് C7. ഞങ്ങൾ കട്ടറയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതും C7 കോച്ചിൽ തന്നെയായിരുന്നു. 1:40 ഇപ്പോഴാണ് ഇവിടെ ഡോറൊക്കെ ഓപ്പൺ ആയത്. നമ്മുടെ സീറ്റ് 38-39 ഇതാ. ഈ 2 സീറ്റാണ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഇത്തവണ പുറകിലേക്കാണല്ലേ നവി? ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 2 മാസം മുന്നെയാണ്. കാരണം ഇതൊരു ഹൈ ഡിമാൻഡ് ട്രെയിനാണ്. ടിക്കറ്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ ട്രെയിനിൽ ആകെ 8 കോച്ചുകളാണ് ഉള്ളതെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതായത് ഒരൊറ്റ എക്സിക്യൂട്ടീവ് ക്ലാസ് ആണ്. 1520 രൂപയാണ് ശ്രീനഗറിൽ നിന്ന് കട്ര വരെ വരുന്ന ചാർജ്. ചെയർക്കാരാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ എടുത്ത ക്ലാസ് ആണെങ്കിൽ ഏകദേശം 885 രൂപയാണ് വരുന്നത്. അതിൽ കാറ്ററിംഗ് ചാർജ് ഇൻക്ലൂഡ് ആണ്. 307 രൂപയുടെ കാറ്ററിംഗ് ചാർജാണ് അതിൽ വരുന്നത്. ഞങ്ങൾ ഇന്ന് കാറ്ററിംഗ് ചാർജ് അതിൽ നിന്ന് ഒഴിവാക്കി. അതായത് ഇതിൽ ഫുഡൊന്നും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല. ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നോ ഫുഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല ഒറ്റപ്പാടാണ്. അപ്പോൾ ഏകദേശം ഒരു 307 രൂപ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 580 രൂപയോളാണ് ഞങ്ങൾക്ക് ഇന്ന് കട്ടറയിലേക്ക് വന്ന ടിക്കറ്റ് ചാർജ്. കട്ടറ വന്ദേ ഭാരതിന്റെ കുറച്ച് പ്രത്യേകതകൾ പറയാം. ഇവിടെയാണ് ഫുഡ് റെസ്റ്റ് വരുന്നത്. വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇവിടെയാണ്. ഈ വെള്ളമില്ലേ, ഇത് ഞങ്ങൾ വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ നമുക്ക് ബുക്കോ ന്യൂസ് പേപ്പറൊക്കെ വെക്കാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെയാണ് ട്രേ ടേബിൾ ഉള്ളത്. ഫുഡൊക്കെ കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്നാണ് നമുക്ക് കഴിക്കാൻ പറ്റുക. അതോടൊപ്പം തന്നെ ഈ ഭാഗത്താണ് ബ്ലൈൻഡ്സ് ഉള്ളത്. ഇതുണ്ട്, ഇത് നമുക്ക് താക്കാം. പിന്നെ മുകൾ ഭാഗത്താണ് റീഡിങ് ലൈറ്റ്സ് ഒക്കെ വരുന്നത്. പിന്നെ ചാർജിങ് പോയിന്റില്ലേ, അത് വരുന്നത് ഈ സീറ്റിന്റെ ഇവിടെയാണ്. പിന്നെ സീറ്റ് പുറകോട്ടാക്കാനുള്ള ഒരു ബട്ടൺ വരുന്നത് ഇവിടെയാണ്. ഈ റൂട്ടിലോടുന്ന വന്ദേ ഭാരതിന്റെ ടൈമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ 2 വന്ദേ ഭാരതുകളാണ് നിലവിൽ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ട്രെയിൻ നമ്പർ 26-400 എന്ന് പറയും. അതായത് നമ്മൾ കട്ടറയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഒരു വന്ദേ ഭാരത് വന്നില്ലേ, അത് തന്നെയാണ്. അത് രാവിലെ 8:10 അവിടുന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ ഏകദേശം രാവിലെ ഒരു 11 മണിയോടുകൂടി എത്തും. അപ്പോൾ അതേ വണ്ടി തന്നെയാണ് ഈ പറഞ്ഞ നമ്മളിപ്പോൾ പോകുന്നത് 2 മണിക്ക് തിരിച്ചു പോകുന്ന വണ്ടി 26-402 നമ്പർ വരുന്നത്. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒരു 5 മണിയോടുകൂടി അവിടെ തിരിച്ചെത്തും. അത് ആഴ്ചയിൽ ചൊവ്വാഴ്ച മാത്രം സർവീസ് ഇല്ല. ഇതാണ് ഒരു വന്ദേ ഭാരത് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വന്ദേ ഭാരത് ഉണ്ട്. അത് പറഞ്ഞാൽ രാവിലെയാണ് ഇവിടുന്ന്, അതായത് നമ്മുടെ കട്ടറയിൽ നിന്ന് മറ്റേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇവിടുന്ന് രാവിലെ 8 മണിക്കാണ് സ്റ്റാർട്ട്. ട്രെയിൻ നമ്പർ 26-404 ആണ് നമ്പർ വരുന്നത്. ശേഷം കട്ടറിൽ എത്തിയ ശേഷം ഉച്ചയ്ക്ക് 2:55 26-403 നമ്പറിൽ തിരിച്ചിങ്ങോട്ടും വരും. അത് വൈകിട്ടോടുകൂടി ഈ പറഞ്ഞ ശ്രീനഗറിലെത്തും. അത് ബുധനാഴ്ച മാത്രം സർവീസ് ഇല്ല. അങ്ങനെയുള്ള 2 വണ്ടികൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സർവീസ് ഉള്ളത്. ഇനിയിപ്പോൾ ഇത് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ജമ്മുതാവിയിലേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ ജമ്മുതാവിൽ റിനോവേഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കാം എന്ന് പറയാം കട്ടറിൽ നിന്ന് ഇപ്പം ഇവിടത്തേക്കായിട്ടുള്ള സർവീസ് ഉള്ളത്. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 2 മണിക്ക് തന്നെ വന്ദേ ഭാരത് ഇതായെടുത്തു. കണ്ടില്ലേ, ഈ സ്റ്റേഷനിൽ എല്ലാ ഭാഗത്തും സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണ്. പിന്നെ ഈ ശ്രീനഗറിൽ നിന്ന് കട്ടറയിലേക്കും കട്ടറയിൽ നിന്ന് ശ്രീനഗറിലേക്കും ഈ വന്ദേ ഭാരതിന് ഇട്ട സമയം 2 മണിക്കൂർ 58 മിനിറ്റ് ആണ്. അതായത് 3 മണിക്കൂറിൻ്റെ അടുത്ത്. അതിനു മുന്നേ വണ്ടി എത്തുന്നുണ്ട്, അത് വേറെ കാര്യം. ഈ റൂട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ശ്രീനഗർ ഈ ട്രെയിനിൽ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകാരൊക്കെ കയറുന്നുണ്ട് കേട്ടോ. പിന്നെ തോക്കൊക്കെ പിടിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ പോകുന്നത് കാണാം. നമ്മുടെ ക്യാബിൻ കോച്ച് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നോർമൽ മറ്റു കോച്ചാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആൾക്കാരുണ്ടാവും. ഇവരിങ്ങനെ അതിലൂടെ തലങ്ങും വിലങ്ങുമായി പോയിക്കൊണ്ടിരിക്കും. എല്ലാ കോച്ചിലും 2-3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീതമാണുള്ളത്. പിന്നെ ഇതാ TT ചെക്കിങ്ങിന് വേണ്ടി വരികയാണ്. ട്രെയിൻ ഇപ്പോൾ പാമ്പോർ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ശ്രീനഗർ വിട്ടതിന് ശേഷം ആദ്യം കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഓരോ മരവും കാണുന്നില്ല, ഒരു ഇല പോലും ഇല്ല. അതായത് ഇവിടെ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു മഞ്ഞ് വീഴ്ചയൊക്കെ എന്തായാലും ഉണ്ടാവും. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ 1st വീക്കാണ്. നിങ്ങളെന്തായാലും ഈ വീഡിയോ കാണുക ഒരു ഡിസംബർ ലാസ്റ്റ് സമയമാണ്. ജനുവരി 1st ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടാവുക. കഴിഞ്ഞ വർഷം ഞങ്ങൾ ജനുവരി 1st ആണ് വന്നത്. കിട്ടിലെ സ്നോഫാളൊക്കെയാണ് കിട്ടിയത്. കാക്കപ്പുറ സ്റ്റേഷൻ, ഇവിടെ നിന്നാണ് നമുക്ക് സ്നോഫാൾ കിട്ടിയത് രാത്രിക്ക്. ഈ സ്റ്റേഷനൊക്കെ പുൽവാമ ജില്ലയിലാണ്. ഈ പുൽവാമ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ഒരു പറക്കാനാവാത്ത ഒരു അറ്റാക്കൊക്കെ കഴിഞ്ഞതാണ്. ഈ ശ്രീനഗർ കട്ര വന്ദേ ഭാരത് ഇല്ലേ, ഇത് 2025 മെയ്ഡ് കോച്ചുള്ള വന്ദേ ഭാരത് എന്നല്ല, 2023 ഇതിന്റെ ഈ ഭാഗത്തെ ഇതൊക്കെ കണ്ടില്ല, ഇതാ മുഴുവനും ഇളകിയിട്ടാണുള്ളത്. ഇതൊക്കെ ഏതെങ്കിലും ഒരു മെയിൻ്റനൻസ് പരിപാടിയിൽ റെഡിയാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം
അത്ര നല്ലൊരു കോച്ചാണെന്ന് പറയാൻ പറ്റില്ല. ട്രെയിൻ ഇപ്പോൾ അനന്ത്നാഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ജമ്മു താവിയും ശ്രീനഗറും കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലെ 3ാമത്തെ വലിയ നഗരമാണ് അനന്ത്നാഗ്. അവിടെ ഒരു WG9 കിടക്കുന്നത് കാണാം. ഇത് ഒരെണ്ണം എവിടെയും ഉണ്ട്. ഈ അനന്ത്നാഗിനെ തന്നെ ഇവിടെയുള്ളവർ ഇസ്ലാമാബാദ് എന്ന പേരിലും വിളിക്കുന്നുണ്ട്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. മഞ്ഞുകാലത്തെല്ലാം മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്നൊരു സ്റ്റേഷൻ കൂടിയാണ് അനന്ത്നാഗ്. ഈ ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട 2 ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഒന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കട്രയും മറ്റൊന്ന് അമർനാഥും. ഈ നമ്മൾ യാത്ര ചെയ്യുന്ന C7 കോച്ചില്ലേ, അതിൽ കൂടുതലും അമർനാഥ് യാത്രയ്ക്ക് പോയി തിരിച്ചു പോകുന്നവരാണ്. അമർനാഥിലേക്ക് ശ്രീനഗറിൽ നിന്നാണെങ്കിൽ 100 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈ അമർനാഥ് വരുന്നത് പഹൽഗാം സൈഡിലാണ്. പഹൽഗാമിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കുള്ളത്. നമ്മൾ നേരത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞില്ല, അനന്ത്നാഗിൽ നിന്ന് പഹൽഗാമിലേക്ക് 40 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഇവിടെ താഴെ ഒരുപാട് വീടുകളും ഒരു പള്ളിയൊക്കെ കാണാം. ട്രെയിൻ ഇപ്പോൾ ഗാസിഗുണ്ട് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് പോയ ഉടനെ തന്നെ ഒരു ടണലുണ്ട്. ആ ടണലും ഈ റെയിൽവേ സ്റ്റേഷന്റെ പേരിൽ ബന്ധമുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ബനിഹാളാണല്ലോ. ബനിഹാൾ എത്തുന്നതിന് മുന്നേ ഹില്ലർ ഷഹബാദ് പറഞ്ഞ ഒരു സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ ഒരു വലിയൊരു ടണൽ വരും. ആ ടണലിന്റെ പേരാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മനു, ഗാസിക്കുണ്ട് റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ആയിട്ട് ഒരു ബന്ധമുണ്ട്. അതായത് ആ ടണലിന്റെ പേര് വരുന്നത് ബനിഹാൾ ഗാസിക്കുണ്ട് ടണലാണ്. മറ്റൊരു പേര് കൂടി ഉണ്ട്, പീർ പഞ്ചർ ടണൽ. അതായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ ടണൽ. 11.215 കിലോമീറ്റർ ആണ് അതിൻ്റെ ഒരു നീളം വരുന്നത്. പക്ഷെ നിലവിൽ ഇപ്പോൾ അതല്ല കേട്ടോ. ആ ഒരു റെക്കോർഡ് ഇതേ റൂട്ട് തന്നെ വേറൊരു ടണലിലാണ്. ആ റൂട്ട് വഴി നമ്മൾ ഏതായാലും പോകുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിലെ 2nd ലോങ്ങസ്റ്റ് റെയിൽവേ ടണലാണിത്. ടണലിന് കുറച്ച് വീതിയൊക്കെ ഉണ്ട്. പിന്നെ ടണലിൻ്റെ അകത്ത് തന്നെ ലൈറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. ഈ ടണൽ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ബനിഹാളിലേക്ക് എത്തും. ട്രെയിൻ ഇപ്പോൾ 70 km/h വേഗതയിലാണ് പോകുന്നത്. ട്രെയിൻ ഇപ്പോൾ ബനിഹാളിലേക്ക് എത്തുകയാണ്. സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയ പാലമുണ്ട്. ഇവിടെ വലിയ വെള്ളമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇവിടെ തന്നെ നാഷണൽ ഹൈവേ ഒക്കെ കാണാം. അതായത് കന്യാകുമാരി ശ്രീനഗർ ഹൈവേ. ഇവിടെ മുഴുവനും മലനിരകളാണ്. അതിൻ്റെ ആ ഒരു താഴ്വാരത്ത് ഒരുപാട് വീടുകളൊക്കെ കാണുന്നില്ലേ. ഇവിടെ ബനിഹാളിൽ ഇപ്പോൾ വണ്ടി ബിഫോർ ടൈമിനാണ് എത്തുന്നത്. ഇതാണ് ഹൈവേ. എത്ര തവണയാണ് ഇതുവഴി യാത്ര പോയത്. ശരിക്കും വന്ദേ ഭാരതിൽ പോകുമ്പോൾ ആ ഒരു ഓർമ്മകളാണ് വരുന്നത്. ഞങ്ങളുടെ സ്വന്തം വണ്ടി എടുത്തിട്ട് പോലും ഞങ്ങൾ ഇതുവഴി യാത്ര പോയിട്ടുണ്ട്. നല്ല വഴിയാണ് ഇത്. ചില ഭാഗത്ത് മാത്രമാണ് മോശമായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. കാരണം ഈ വഴി കൂടുതലും ടണലുകൾ വരുന്നുണ്ട്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. 2:56. ഇവിടെ 3:08 വണ്ടി എത്തേണ്ടത്. എന്നിട്ട് ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇനി ഒരുപാട് നേരം ഇവിടെ വണ്ടി നിർത്തും. ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു കാഴ്ച ഇങ്ങനെയാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടുന്ന് കയറാനുണ്ട്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ എത്തിയതുകൊണ്ട് കുറേ നേരം വണ്ടി ഇവിടെ തന്നെ കിടക്കും. സ്റ്റേഷനിൽ നിന്ന് കാണുന്നൊരു കാഴ്ച ഇതാണ്. ഈ ഭാഗത്തെല്ലാം മലനിരകളാണ്. നമ്മുടെ ഏറ്റവും പുറകിലത്തെ കോച്ചാണല്ലോ. അതേ അങ്ങോട്ട് നോക്കിയേ. എങ്ങനെയാണ് ഇതൊക്കെ പറയുക, വർണ്ണിക്കാൻ വാക്കുകളില്ല. അത്രയും മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ കാശ്മീരിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ. മുമ്പൊക്കെ ഇവിടം വരെ ട്രെയിന് വന്ന് ഇവിടെ നിന്നാണ് ബാക്കി ജമ്മു അല്ലെങ്കിൽ ആ ഒരു ഉധംപൂർ ഭാഗത്തേക്ക്
വണ്ടിക്ക് പോകുന്നത് അല്ലേ? അതായത് ശ്രീനഗർ നമ്മൾ നേരത്തെ കണ്ടില്ല ഡെമു പോലത്തെ വണ്ടികളില്ലേ, അതിൽ കയറിയിട്ട് നേരെ ഇവിടം വരെ വരും. ബനിഹാൾ വന്ന ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ പുറത്തു പോകും. ഷെയർ ടാക്സിയോ ട്രാവലറോ പിടിച്ച് നേരെ ഉദംപൂർ പോകും. അതൊരു വല്ലാത്തൊരു യാത്ര. പിന്നെ അത് ഛർദ്ദിക്കാനൊക്കെ തോന്നുന്നുണ്ട് പലർക്കും. അങ്ങനെയുള്ളവരാണ് ഈ കാശ്മീരിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക. ഇനി ഒരു പ്രശ്നമില്ല, നേരെ സുഖമായിട്ട് പോരും. ഇതാ കിടിലം വന്ദേ ഭാരത് ഉണ്ട്. പിന്നെ ഇതാ ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞില്ലേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരാണെന്ന്, ഇവരൊക്കെ നമ്മുടെ ട്രെയിനിൽ ഉള്ളവർ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് സങ്കൽഡാൻ ബാരാമുള്ള ട്രെയിൻ വരുവേ. പിന്നെ മറ്റൊരു ട്രെയിൻ ഉണ്ട്, ഇത് ബനിഹാളിൽ നിന്ന് ബദ്ഗാമിലേക്ക് പോകുന്ന ഒരു വണ്ടിയാണ്. ഇത് വൈകുന്നേരമാണ് ഇവിടുന്ന് പുറപ്പെടുക. ഇനി അടുത്ത സ്റ്റോപ്പ് റിയാസിയാണ്. 96 കിലോമീറ്റർ ആണുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു മലനിരകളോടൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞ് കട്ര ഭാഗത്തെ ലക്ഷ്യമാക്കി കൊണ്ടുപോവുകയാണ്. ഈ മലയുടെ മുകൾ ഭാഗത്തൊക്കെ മഞ്ഞൊക്കെ വീഴാറുണ്ട്. കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്തത് സംബർ എന്നൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു വലിയൊരു ടണലുണ്ട്. ആ ടണലിന് വലിയൊരു പ്രത്യേകതയാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ട്രാൻസ്പോർട്ട് ടണൽ, അതായത് ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ ടണലാണ്. ടണൽ നമ്പർ 50. അതിന്റെ അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഈ ടണലിന്റെ ആകെ നീളം 12.775 കിലോമീറ്റർ ആണ്. ഗാരി റെയിൽവേ സ്റ്റേഷൻ. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതാ ടണൽ ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു വലിയ ടണൽ. ശരിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിസ്മയം. ഈ ടണലിന് ഡബിൾ ട്രാക്ക് ഇതുവരെ കണ്ടു. ഇനി ബാക്കി അങ്ങോട്ടുണ്ടോ നോക്കട്ടെ. ഇല്ല, സിംഗിൾ ട്രാക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് രീതി, അതായത് NATM എന്ന് പറയും, ആ ഒരു രീതി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തുരങ്കം നിർമ്മിച്ചത്. ഈ ഒരു തുരങ്കം നിർമ്മിച്ച ഒരു കമ്പനി ഇല്ലേ, അതിനെ പറയുന്ന പേര് അഫ്ഗോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ടണലിന്റെ അകത്ത് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സവിശേഷതകൾ എന്ന് പറഞ്ഞത് ഇതിന്റെ എന്താ പറയാ, ലൈവായിട്ടുള്ള നിരീക്ഷിക്കാനുള്ള എല്ലാ സൗകര്യം, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വന്ന നല്ല കാര്യങ്ങൾ, എസ്കേപ്പ് ടണലുള്ളത്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു ടണല് പണിത് വെക്കുക അല്ല ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ടിൽ. അതിന് ഓരോരോ പ്രത്യേകതകളുണ്ട്. ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, 12 കിലോമീറ്ററിന് മുകളിൽ ഒരു റെയിൽവേ ടണൽ. ട്രെയിൻ ഇപ്പോൾ സംബർ എന്ന സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. അതിന് മുന്നേ തന്നെ വലിയൊരു കാഴ്ചയാണുള്ളത്. ഇനി ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു ടണൽ കൂടിയുണ്ട്. ഈ താഴത്തെ വ്യൂ നോക്കിയേ. പിന്നെ ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഗുഡ്സ് ട്രെയിനാണ് ഇത്. ടണൽ നമ്പർ 49 ആണുള്ളത്. ഈ ടണലിൻ്റെ ആകെ നീളം വരുന്നത് 10.178 കിലോമീറ്റർ ആണ്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഈ റൂട്ട് ഒരു 1.5 റൂട്ടാണ്. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ബാങ്കറൊക്കെ ഉണ്ട് ഇതിന്. ഇതൊന്നും അവിടെ ഒരുപാട് പ്രോപ്പർട്ടികളൊക്കെ കാണുന്നില്ലേ. ടണൽ ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ആവും. ടണൽ നമ്പർ 49. ഇനിയുണ്ടല്ലോ ദുഗ്ഗ എന്നും അതുപോലെ തന്നെ ബക്കൽ എന്ന് പറഞ്ഞ 2 സ്റ്റേഷനുകളുണ്ട്. അതിന്റെ ഇടയിലാണ് ഈ റൂട്ടിലെ തന്നെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം വഴി കടന്നു പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ചെനാബ് പാലം. ചെനാബ് പാലം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലമാണ്. നമ്മുടെ ഫ്രാൻസിലെ പാരീസിലെ ഈഫൽ ടവർ ഇല്ലേ, അതിനേക്കാളും ഉയർന്ന് നമുക്ക് വേണം പറയാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മുഴുവനായുള്ള ഒരു കാഴ്ചയാണ്. അതൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല, പുറമേ നിന്ന് വേണം. അതായത് ഈ ഒരു കാഴ്ച, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചെനാബ് പാലത്തിന്റെ ഒരു കാഴ്ച എന്ന് പറയാൻ. അതിന്റെ ഒരു പൊതുവെയുള്ള കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ 1315 മീറ്ററാണ് അതിന്റെ നീളം വരുന്നത്. നദീതടത്തിൽ നിന്ന് 359 മീറ്ററാണ് ഇതിന്റെ ഒരു ഹൈറ്റ് വരുന്നത്. ടോട്ടൽ 17 സ്പാനുകളാണ് ഈ ഒരു പാലത്തിനുള്ളത്. അതിൽ ഏറ്റവും ദൈർഘ്യമേറിയ സ്പാനിന്റെ ഒരു അളവ് വരുക അങ്ങനെ 467 മീറ്ററാണ് വരുന്നത്.
ഒരുപാട് വിദേശ കമ്പനികളൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഇത് നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ഈ ഒരു പദ്ധതി, അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിച്ചത്. 2022 ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ എന്താ പറയുക കംപ്ലീറ്റ് ആയത് ഈ ഒരു നിർമ്മാണമൊക്കെ. ശേഷം 2024 കൂടെ പരീക്ഷണ ഓട്ടോ ഒക്കെ നടത്തുകയുണ്ടായി. 2025 വഴിയാണ് ഇതേപോലെ തന്നെ ഈ വന്ദേ ഭാരത് ആദ്യമായിട്ട് ഇത് വഴി ഓടി തുടങ്ങിയത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചത്. ട്രെയിൻ ഇപ്പോൾ സങ്കൽഡാൻ സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെ വന്ദേ ഭാരത് ശ്രീനഗറിലേക്ക് പോകുന്ന വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 2:55 അവിടെ നിന്ന് ഈ ട്രെയിൻ പുറപ്പെട്ടത്. പിന്നെ ഇവിടുത്തെ ട്രാക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ മെറ്റലില്ല, കോൺക്രീറ്റ് ആണ്. ഇവിടത്തേക്ക് 2024 മുതൽ തന്നെ ട്രെയിൻ സർവീസൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ശ്രീനഗർ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് DMU ഒക്കെ ഇവിടത്തേക്ക് സർവീസ് ഉണ്ട്. സ്റ്റേഷനൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ടണലാണ്. ദുഗ്ഗ എന്ന സ്റ്റേഷനാണിത്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ചെനാബ് ബ്രിഡ്ജ്. വലിയ വലിയ മലനിരകളാണ് ഇവിടെയൊക്കെ. World's highest railway arch bridge at 359 meters above the river bed. It's taller than the Eiffel Tower and spans 1,315 meters. This robust structure can withstand extreme seismic and weather conditions, ensuring a safe journey. ഇപ്പം ചെനാബ് പാലത്തും. ചെനാബ് പാലം ഇപ്പോൾ ഇവിടെ വരും. ഈ പാലത്തിൻ്റെ ഇടത് ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണിത്. ഈ പാലത്തിന് ഒരുപാട് പ്രത്യേകതകളാണുള്ളത്. അതായത് മണിക്കൂറിൽ 266 കിലോമീറ്റർ വേഗത്തിൽ വരുന്ന കാറ്റിനെ വരെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. അതുപോലെ റിക്ടർ സ്കെയില് 8 വരെയുള്ള ഭൂകമ്പങ്ങളെയും പ്രതിരോധിക്കാൻ ഇതിന് ശേഷിയുണ്ട്. പിന്നെ ഏതൊരു നിർമ്മിതിക്കും ഒരു ആയുസ് ഉണ്ടല്ലോ. 120 വർഷമാണ് ഇതിന് പറയുന്ന ഒരു ആയുസ്. പാലത്തുനിന്ന് ഈ കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുക. ശരിക്കും ഇതിനെ വർണ്ണിക്കാൻ ശരിക്കും വേറൊരു വാക്കൊന്നുമില്ല. ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. അതിലൂടെ ഒരു നദിയൊക്കെ ഒഴുകുന്നത് കാണാം. എവിടെ നോക്കിയാലും വലിയ വലിയ മലനിരകൾ. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഭാഗത്തൊക്കെ ആയിട്ട് കാണുന്നില്ലേ. ഒരുപാട് താഴ്ചയാണ് ഇതിനൊക്കെ ഉള്ളത്. ബക്കൽ എന്നൊരു സ്റ്റേഷനാണിത്. ചെനാബ് പാലത്തിന്റെ വലതുഭാഗത്ത് നിന്ന് കാണുന്ന കാഴ്ചയാണ്. എൻ്റെ പൊന്നോ, ഇത് ചെനാബ് ഗസ്റ്റ് ഹൗസ് ആണ്. 2017 ഈ ഒരു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. $14.86 ബില്യൺ ചെലവിലാണ് ഇത് നിർമ്മിച്ചത്. കൂടാതെ തന്നെ ഇന്ത്യൻ കമ്പനികളായ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചറും VSL ഇന്ത്യയും ദക്ഷിണ കൊറിയൻ കമ്പനിയായ അൾട്രാ കൺസ്ട്രക്ഷനും സംയുക്ത സംരംഭമായ ചെനാബ് ബ്രിഡ്ജ് പ്രൊജക്റ്റ് അണ്ടർടേക്കിങ്ങിനാണ് ഈ ഒരു നിർമ്മാണ കരാറൊക്കെ നൽകിയിട്ടുണ്ടായത്. എൻ്റെ പൊന്നോ, ഇത് കാണുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ പാലത്തിൻ്റെ മുകളിലേക്ക് കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയവരെ സമ്മതിച്ചേ പറ്റൂ. 4:35 ട്രെയിൻ ഇപ്പോൾ റിയാസി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിൻ ഓടിത്തുടങ്ങിയ ആദ്യ സമയത്തൊന്നും ഈ സ്റ്റേഷനിൽ ഇതിന് സ്റ്റോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഈ കട്ടറൊക്കെ വരുന്നില്ലേ, അതൊക്കെ ഈ റിയാസി ജില്ലയിലാണ്.
പിന്നെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ റിയാസി ഭാഗത്ത് ഒരു ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു ബസ്സിലായിരുന്നു ആക്രമണം ഉണ്ടായത്. ഒരുപാട് പേരുടെ ജീവനാണ് അന്ന് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെയാണ് റിയാസി. ഇനി നമ്മൾ 5 ഗേറ്റ് പാലം വഴിയാണ് കടന്നു വന്നത്. ആ ഒരു പാലത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമേറിയ ആദ്യത്തെ കേബിൾ സ്റ്റഡ് പാലമാണ്. അതുപോലെ തന്നെ നിലവിൽ നമ്മൾ നേരത്തെ ചെനാബ് പാലം വഴി കടന്നു വന്നല്ലോ, അതാണ് ഇപ്പോൾ വേൾഡിലെ തന്നെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ പാലം എന്ന് വേണം പറയാം. ഈ പോകുന്ന 5 ഗേറ്റ് പാലമാണ് രണ്ടാമത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ പാലം വരുന്നത്. 331 മീറ്ററാണ് ഇതിന്റെ ഉയരം വരുന്നത്. അത് പറഞ്ഞാൽ ചെനാബ് നദിയുടെ പോഷക നദിയായ അഞ്ചി നദിക്ക് കുറിയാണ് ഒരു പാലം ഉള്ളത്. ഒരു ഉരുക്ക് കൊണ്ടാണ് ആ ഒരു പാലം നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആ ഒരു പാലം നിർമ്മിച്ചത്. ഇതാണ് അഞ്ചി ബ്രിഡ്ജ്. ഇതിനാകെ 3 സ്പിന്നുകളാണുള്ളത്. ഈ ഭാഗമില്ലേ, ഇതൊക്കെ ഒരു ഭൂകമ്പം വരുന്നൊരു സ്ഥലം തന്നെയാണ്. അതിനൊക്കെ പ്രതിരോധിക്കാൻ വിധത്തിലുള്ള രീതിയിൽ തന്നെയാണ് ഈ പാലം നിർമ്മിച്ചത്. പാലം കഴിഞ്ഞു വന്ന ഉടനെ തന്നെ ടണലായി. ഇനിയിപ്പം വളരെ അടുത്തായി കട്ര റെയിൽവേ സ്റ്റേഷൻ. എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പം 5 ഗേറ്റ് പാലം കഴിഞ്ഞില്ലേ, അതിന് മുന്നേ ചെനാബ് പാലം, ഇതൊക്കെ നിർമ്മിച്ചവരെ ഓർക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഇതിന്റെ ഫോട്ടോ ആണ് യാത്രക്ക് മുന്നേ നമ്മൾ കണ്ടത്. അപ്പൊ ആ ഒരു സ്പാൻ ഇല്ലേ നമ്മുടെ ചെനാബ് പാലത്തിന്റെ, ഇത് ഏകദേശം ഒരു സെൻട്രൽ ഭാഗം, ആ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു കാര്യമാണ് ഞാനിങ്ങനെ ഓർക്കുന്നത്. കാരണം അത്രമാത്രം ഹൈറ്റ് അല്ലേ, സമ്മതിച്ചേ പറ്റൂ. ഇത് പണിത തൊഴിലാളികളെ, അതുപോലെ തന്നെ ഇത് പണിയുന്ന സമയത്തും ഒരുപാട് എന്താ പറയുക അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ തൊഴിലാളികൾക്ക് പുറമേ തന്നെ ഇത് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളില്ലേ, അവരും സമ്മതിച്ചേ പറ്റൂ. ഹാറ്റ്സ് ഓഫ്. കട്ര ടൗണിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കട്ര ക്ഷേത്രമൊക്കെ ഒരു മലനിരകളില്ലേ, അതായി തൊട്ട് മുന്നിൽ കാണുന്നത്. ശ്രീനഗറിൽ നിന്നും 193 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിൽ ഇതാ ശ്രീമാതാ വൈഷ്ണോ ദേവി കട്ര റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണ്. 4:58-നാണ് ട്രെയിൻ ഇവിടെ എത്തേണ്ടത്. 4:58 ഓൺ ടൈം. ഈ വന്ദേ ഭാരത് എപ്പോഴും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് വരിക. ഈ വന്ദേ ഭാരതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. ഇവിടുന്ന് ഈ വണ്ടിയിൽ വന്നവർക്കൊക്കെ പോകാൻ പ്രത്യേകം വഴി തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ കയറാൻ വരുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നിന്ന് ഇപ്പം 4:40 ഒരു ട്രെയിൻ പോയതേ ഉള്ളൂ. അതായത് ഋഷികേശിലേക്കുള്ള ഹേംകുണ്ട് എക്സ്പ്രസ്. അതിൻ്റെ ടൈമും ഇതിൻ്റെ ടൈമും ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു കണക്ഷൻ ആയേനെ. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടേനെ. ഭാവിയിൽ റെഡിയാക്കുമെന്ന് വിചാരിക്കാം. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഒരു റെയിൽ കോച്ച് AC റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ വന്ദേ ഭാരത് ഇറങ്ങിയിട്ട് പോകാൻ സെപ്പറേറ്റ് വഴി തന്നെയാണ്. അതായത് ഒന്ന് വളഞ്ഞു തിരിഞ്ഞ് പോകണം. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് വീണ്ടും ആ ഭാഗത്തേക്ക് വരണം. പിന്നെ ഇതാ ഇവിടുന്ന് നോക്കിയാൽ തന്നെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു വഴിയും ക്ഷേത്രത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് വളരെ വ്യക്തതയോടെ തന്നെ കാണും. ഈ ഭാഗത്താണ് അതുക്കുവാരി ക്ഷേത്രമൊക്കെ അങ്ങ് ആ ഭാഗത്തേക്കാണ്. ശ്രീമാതാ വൈഷ്ണോദേവി കട്ര റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. ഇതുവഴി തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയതാ ഇങ്ങനെ ഇതുവഴി വന്ന് അങ്ങനെ ആ ഭാഗത്തെത്തി വളഞ്ഞിതാ ഇവിടെ എത്തിയത്. അതായത് നമ്മൾ നേരത്തെ കണ്ടില്ല ആ ഒരു മലനിരകൾ, അത് ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ കാണാം. അപ്പോൾ വന്ദേ ഭാരതിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വളഞ്ഞു വരേണ്ടി വന്നത്. നമ്മുടെ ഫ്ലാഗ് ഇവിടെയാണ്. ശ്രീനഗറിൽ നിന്നുള്ള കട്രയിലേക്കുള്ള നല്ല മനോഹരമായ യാത്ര, അതും വന്ദേ ഭാരത് എക്സ്പ്രസിൽ. യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാലേ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതല്ല കേട്ടോ. കാരണം വെച്ചാൽ ഈ റെയിൽ ഗതാഗതം വന്നത് എന്തൊരു ഉപകാരമാണ്, വളരെയധികം കംഫർട്ടബിൾ എന്ന് വേണം പറയാം. അതുപോലെ തന്നെ അന്ന് വന്ന സമയത്ത് ഞങ്ങൾ നേരത്തെ 7 മണിക്ക് ഇറങ്ങിയതാണ്. ശ്രീനഗറിൽ നിന്ന് കട്ര യാത്രയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഷെയർ വണ്ടിക്ക് പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഏകദേശം 8:30-9 മണിയോട് കൂടി വണ്ടി കയറിയിട്ട് നേരെ ബനിഹാളിലെത്തി. 10:30 എത്തിയ ശേഷം അവിടെ നിന്ന് ഷെയർ ടാക്സി പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ എന്താ പറയാ ഒന്ന് ഓടിപ്പിച്ചു. എന്നിട്ട് 11:30 കയറിയത്. ശേഷം നമ്മൾ എത്തിയതോ 3 മണി 3:30 കൂടിയാണ് ഉദംപൂർ എത്തിയത്. ഉദംപൂരിൽ നിന്നിട്ട് എവിടുന്നോ ലേറ്റ് ആയിട്ട് വരുന്ന ഒരു വണ്ടിക്ക് പിടിച്ചിട്ടാണ് നേരെ കട്ടറയിലേക്ക് വന്നത്. രാത്രിയായി. ഇവിടുത്തെ റൂം എത്തുമ്പോൾ തന്നെ 6 മണി 6:30. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതാണെങ്കിലോ 3 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ എത്തി.
ഇനിയിപ്പം അടുത്തതൊരു കിടിലൻ യാത്രയാണ്. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന 1ാമത്തെ ട്രെയിനിൽ പോയി, 2ാമത്തെ ട്രെയിനിൽ പോയി, 3ാമത്തെ ട്രെയിനിൽ പോയി, 5ാമത്തെ ട്രെയിനിൽ പോയി. അതിൻ്റെ ഇടയ്ക്കൊരു ട്രെയിൻ ഉണ്ട്, 4ാമതുള്ള ട്രെയിൻ. അതായത് നേരെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ട്രെയിനാണ്. അത് എടുത്തേക്ക് അത് ഇവിടുന്ന് തന്നെ നമ്മളെ നേരെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്ക് പോകുന്ന വണ്ടി. അതൊന്നുമല്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ നവയുഗ് തന്നെയാണ് പോകുന്നത്. നവയുഗ് എക്സ്പ്രസിലെ സ്ലീപ്പർ ക്ലാസ് യാത്രയാണ്. ഒരു 1.5 യാത്ര തന്നെയാവും, അതും ഈ ഒരു തണുപ്പ് സമയത്ത്. അതായത് സ്ലീപ്പർ ക്ലാസ്സിൽ വെറുതെ യാത്ര ചെയ്യുന്ന പോലെയല്ല, ഈ ശൈത്യകാലത്തും അത് നോർത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് തന്നെയാണ്. അപ്പൊ എന്താ പറയാ, ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് നവയുഗ് എക്സ്പ്രസിന്റെ കാഴ്ചയൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോ മേടിച്ചോണ്ടിരിക്കും. ബൈ ബൈ.